ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ ഭാഗം 2399. ഇന്ന് ജൂലൈ മാസം 26-ാം തീയതി. ഈ ആണ്ടിലെ 207-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. 4 തലങ്ങളിൽ വന്നുപോയ പിഴകൾക്കാണ് പൊതുവെ ഭക്തരൊക്കെ ദൈവത്തോട് പൊറുതി അപേക്ഷിക്കുന്നു. 4 തലങ്ങളിൽ. 1 വിചാരത്താലാണ്, 2 വാക്കാലാണ്, 3 പ്രവൃത്തിയാൽ, 4-ാമത്തേതാവും. വിചാരവും വാക്കും പ്രവൃത്തിയും നമുക്കേറെ പരിചിതമാണ്. 4-ാമത്തേത് ഉപേക്ഷയാണ്. ഉപേക്ഷയാൽ വന്നുപോയ പിഴകൾക്ക് പൊറുതി ലഭിക്കട്ടെ. ആദ്യത്തെ 3 ഇടർച്ചകളെ കുറിച്ച് നമുക്ക് കുറച്ചെങ്കിലും ധാരണയുണ്ട്. എന്നാൽ നമ്മുടെ ഉപേക്ഷകൾ എന്തുമാത്രം ഗൗരവമുള്ള അപരാധമായി കരുതുന്നു ഓരോരുത്തരും. പലപ്പോഴും പലരും അത് ഒരു അപരാധമാണെന്ന് പോലും തോന്നിയിട്ടേയില്ല, കരുതിയിട്ടേയില്ല. അന്ത്യവിധിയെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിന്റെ പ്രഭാഷണം ശ്രദ്ധിച്ചാൽ മതി, അതെത്ര ഗൗരവമുള്ളതാണെന്നറിയാനായിട്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം. അന്ത്യവിധിയെക്കുറിച്ചുള്ള ഒടുവിലത്തെ വിധിനാളിൽ ഞാനും വിധിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ചാണെന്ന് അതിൽ വ്യക്തമായ സൂചനയില്ലേ? ആ 6 കാര്യങ്ങളും പതുക്കെ ഓർത്തെടുത്ത്. എനിക്ക് വിശന്നു, അപ്പം തന്നില്ല. എനിക്ക് ദാഹിച്ചു, കുടിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചില്ല. കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. പരദേശിയായിരുന്നു, സ്വീകരിച്ചില്ല. അല്ല, ഒന്നുപോലും ആർക്കുമെതിരെ നമ്മൾ ചിന്തിച്ചതോ പറഞ്ഞതോ പ്രവർത്തിച്ചതോ ഒന്നുമല്ല. വെറുതെ കണ്ടില്ലെന്ന് നടിച്ച കാര്യങ്ങളാണ് ഒടുവില് എനിക്ക് ഏറ്റവും വലിയ വിനയായി മാറുന്നത്. ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന നല്ല മനുഷ്യരുടെ മൊത്തം സ്വസ്ഥതയാണ് ക്രിസ്തുയേശു ഇതുവഴി തകർത്ത് കളഞ്ഞത്. എപ്പോഴാണ് അങ്ങക്ക് ഞങ്ങൾ ഇവ നിഷേധിച്ചത് എന്ന് ആ വലിയ ജനക്കൂട്ടം തമ്പുരാനോട് ചോദിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് നിഷേധിച്ചതൊക്കെ എനിക്കാണ് നിഷേധിച്ചതെന്ന് പറഞ്ഞ് അവിടുന്ന് വീണ്ടും നിശബ്ദനാകുന്നു. അതെ, ഈ നല്ല ഞായറാഴ്ച നമുക്കിതൊരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പതിയെ ഒന്ന് ഈ പാഠം പഠിച്ചെടുത്താലും. ആമേൻ.